നമസ്കാരം. രാജ്യത്തെ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് ബാർക്ക് എന്ന് പറയുന്ന ഒരു ദേശീയ ഏജൻസിയാണ്. രാജ്യത്തുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും, അതായത് ചാനലുകളുടെയും ഉടമസ്ഥർ ഉൾപ്പെടുന്ന, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസികൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ലയൻറ്റുകൾ, ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് ബാർക്ക് എന്ന് പറയുന്നത്. ഈ ബാർക്ക് തീരുമാനിക്കും ഏത് ചാനലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതെന്ന്. എല്ലാ ഭാഷയുടെയും അടിസ്ഥാനത്തിലുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളുടെയും അടിസ്ഥാനത്തിലുണ്ട്. ഹിന്ദിക്കും ഇംഗ്ലീഷിനുമൊക്കെ വെവ്വേറെ വ്യത്യസ്തമായ രീതിയിൽ നാഷണൽ റേറ്റിംഗ് ഉണ്ട്. ഈ റേറ്റിംഗ് ഒരു ചാനലിൻ്റെ പരസ്യ വരുമാനത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ പരസ്യം കിട്ടുന്നതും ഏറ്റവും ഉയർന്ന നിരക്ക് കിട്ടുന്നതും കൂടുതൽ ആളുകൾ കാണുന്ന ചാനലിനാണ്. എന്നാൽ ഈ റേറ്റിംഗിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ പല കേസുകളും ബാർക്കുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ശ്രീകണ്ഠൻ നായർ രംഗത്ത് വരികയും റിപ്പോർട്ടർ ചാനലിനെതിരെ പരാതിപ്പെടുകയും അത് കേസാവുകയും ചെയ്തിട്ടുണ്ട്. ആ കേസൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ബാർക്ക് റേറ്റിംഗിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് മീഡിയ വൺ അതിൽ നിന്ന് പിന്മാറുന്നു. എപ്പോഴും അവർ ജനം ടിവിക്കും കൈരളിക്കുമൊക്കെ ഏറ്റവും താഴെയാണ്. അതുകൊണ്ട് അത് ശരിയല്ല, അതുകൊണ്ട് ഞങ്ങളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ചാനൽ പിന്മാറി. ഏത് മീഡിയ വൺ ചാനൽ. അപ്പം അങ്ങനെ പോകുന്ന ബാർക്ക് റേറ്റിംഗ് വലിയ യുദ്ധം നടക്കുന്ന ഒരു ഏറിയാണ്. ഇപ്പോൾ വീണ്ടും കുറച്ചുകൂടി നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ബാർക്ക് റേറ്റിംഗിൽ കൃത്രിമം കാണിച്ചാൽ പണിയാകുമെന്ന് തോന്നലുണ്ടായതോടുകൂടി കുറച്ചുകൂടി നിയന്ത്രണം അതിൽ വന്നിട്ടുണ്ട്. പുതിയ വർഷത്തെ ബാർക്ക് റേറ്റിംഗ് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയില്ല. ഒരാഴ്ചത്തെ റേറ്റിംഗ് അടുത്ത വ്യാഴാഴ്ചയാണ് ഇറങ്ങുന്നത്. ഞായർ മുതൽ ശനിയാഴ്ച വരെയുള്ള റേറ്റിംഗ് അടുത്ത വ്യാഴാഴ്ചയാണ് രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നു, പൊങ്കലായിരുന്നു, അവധിയായിരുന്നു. അതുകൊണ്ട് ഇന്നലെയാണ് ഈ വർഷത്തെ ആദ്യത്തെ ബാർക്ക് റേറ്റിംഗ് രംഗത്ത് വരുന്നത്. ഈ ബാർക്ക് റേറ്റിംഗ് പതിവ് പോലെ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു, റിപ്പോർട്ടർ ചാനൽ രണ്ടാമതാണ്, 24 ന്യൂസ് മൂന്നാമതാണ്, മനോരമ ന്യൂസ് നാലാമതാണ്, മാതൃഭൂമി അഞ്ചാമതാണ്, ന്യൂസ് മലയാളം ആറാമതാണ്, ജനം ടി വി ഏഴാമതാണ്, കൈരളി എട്ടാമതാണ്, ന്യൂസ് 18 ഒമ്പതാമതാണ്. ഇപ്പോൾ മീഡിയ വണ്ണിൽ 9 ചാനൽ മാത്രമേ കേരളത്തിൽ മത്സരരംഗത്തുള്ളൂ. ജീവൻ ടി വി ഒന്നും പണ്ടേയില്ല. എന്നാൽ ഇതിൽ ഈ വീക്കിനൊരു സവിശേഷതയുണ്ട്. ആ സവിശേഷത റിപ്പോർട്ടർ ചാനലിന് ഒന്നാമതെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാവുന്നതടക്കം ഉള്ള വിഷയങ്ങൾ വരികയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ പുകച്ച് ഇല്ലാതാക്കി റേറ്റിംഗ് ഉയർത്തുകയും ചെയ്യുന്നതാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ രീതി. എപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടം പോലുള്ള പൈങ്കിളി വിഷയങ്ങൾ ശക്തമാകുന്നു, അക്കാലത്ത് അതിശക്തമായി ഇടപെടൽ നടത്തി മുമ്പിലെത്തുന്ന രീതിയായിരുന്നു റിപ്പോർട്ടർ ചാനലിൻ്റേത്. അങ്ങനെ ആഞ്ഞു പിടിച്ചിട്ടും റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും മറ്റും നടന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. അതിൻ്റെ ഫലം ഈ വ്യാഴാഴ്ച വരും. അന്ന് ഞങ്ങൾ ഒന്നാമതെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് റിപ്പോർട്ടർ ചാനൽ. അങ്ങനെ സംഭവിക്കരുതേ എന്ന് കരുതി പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏഷ്യാനെറ്റ് മിക്കുറി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. കാരണം അവർക്കറിയാം ഈ റേറ്റിംഗ് യുദ്ധത്തിൽ പിന്നോട്ട് പോവാതിരിക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഏഷ്യാനെറ്റ് പിടിച്ചു നിൽക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും റിപ്പോർട്ടറിൻ്റെ അത്രയും ആവേശത്തോടെ പൈങ്കിളി കഥ അടിക്കാൻ പറ്റാത്തതുകൊണ്ട്, റിപ്പോർട്ടറിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വധശിക്ഷ വിധിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താവും എന്ന് കണ്ടറിയണം. എന്തായാലും ആദ്യം റേറ്റിംഗ് വായിക്കാം. റേറ്റിംഗിലെ സവിശേഷതയുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഏഷ്യാനെറ്റിന് 86ഉം റിപ്പോർട്ടർക്ക് 70ഉമാണ്. 100 കടന്നുള്ള റേറ്റിംഗ് പലപ്പോഴും വരുമ്പോൾ ആളുകൾക്ക് വാർത്തയോടുള്ള താല്പര്യം കുറയുന്നു എന്നതിന് തെളിവാണ്. 24ന് 40ഉം മനോരമ ന്യൂസിന് 38ഉം മാതൃഭൂമിക്ക് 29ഉം ന്യൂസ് മലയാളത്തിന് 24ഉം ജനം ടി വിക്ക് 21ഉം കൈരളിക്ക് 15ഉം ന്യൂസ് 18ന് 10ഉമാണ് റേറ്റിംഗ്. ഈ റേറ്റിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റിനും റിപ്പോർട്ടറിനും അല്പം ഇടിവ് സംഭവിച്ചിരിക്കുന്നു. അവരുടെ റേറ്റിംഗിൽ ഓവറോൾ പോയിന്റിൽ കുറഞ്ഞിരിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം 24 ന്യൂസിൻ്റെ 40 എന്ന പോയിന്റാണ്. വാസ്തവത്തിൽ 24 ന്യൂസ് വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്ന വാർത്ത ശരിവയ്ക്കുകയാണ്. 24 ന്യൂസ് 1-2 തവണ ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാമതെത്തിയിരുന്നു. പിന്നീട് 24 ന്യൂസും റിപ്പോർട്ടറും തമ്മിലായി മത്സരം. ഈ മത്സരത്തിൽ റിപ്പോർട്ടർ ചാനൽ വിജയിക്കുകയും 24 ന്യൂസ് വീഴുകയും ചെയ്ത സാഹചര്യമുണ്ട്. 24 ന്യൂസിൽ നിന്ന് അരുൺകുമാർ ഇറങ്ങിപ്പോയിട്ടാണ് റിപ്പോർട്ടർ തുടങ്ങിയത്. വാസ്തവത്തിൽ കേരളത്തിലെ ചാനൽ മത്സരങ്ങൾക്കിടയിൽ ഈ അശ്ലീല കഥകളും വ്യാജ കഥകളും ഒക്കെ കൊണ്ടുവരുന്ന ആദ്യത്തെ ചാനൽ 24 ആണ്. ഈ 24ൻ്റെ അതേ പാത അതിനേക്കാൾ തീവ്രമായി കൊണ്ടുവന്നതാണ് റിപ്പോർട്ടർ ചാനൽ. ജനങ്ങളത് മടുക്കുന്നു എന്നതിന് തെളിവാണ് 24ൻ്റെ വീഴ്ച. റിപ്പോർട്ടറും കുറഞ്ഞു വരികയാണ്. മാത്രമല്ല റിപ്പോർട്ടറിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുവന്നിരുന്നത് സുജയ പാർവതിയുടെ സാന്നിധ്യമായിരുന്നു. അരുൺകുമാറാണ് നമ്പർ 1, തീർച്ചയാണ്. പക്ഷേ അരുൺകുമാറും സുജയ പാർവതിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏറെ പ്രേക്ഷകരെ കൊണ്ടുവന്നിരുന്നു. മാത്രമല്ല സംഘപരിവാറുകാർ റിപ്പോർട്ടർ ചാനലിലേക്ക് എത്തിയിരുന്നത് ഈ സുജയ പാർവതിയോട് ഉള്ളത് കൊണ്ടാണ്. ഇനി സംഘപരിവാറുകാർക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, സുജയ അവിടെ വിട്ടുപോയി. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ സ്ഥിരമായി കണ്ടിരുന്ന
സംഖ്യകൾ സ്ഥലം വിടും. മാത്രമല്ല ഈ സുജയ പാർവതിയും അരുൺകുമാറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇല്ലാതാകുന്നതോടെ റിപ്പോർട്ടറിന്റെ മൂല്യം കുറയും. തീർച്ചയായും ഇത് സംഭവിക്കും. എന്നാൽ 24 ന്യൂസിന് സംഭവിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ടതാണ്. എത്രയോ നിരപരാധികളെക്കുറിച്ച് കള്ളവാർത്തകൾ എഴുതി ആരോടും പക വീട്ടുന്ന തരത്തിൽ ശ്രീകണ്ഠൻ നായർ മാധ്യമപ്രവർത്തനത്തെ മാറ്റിയിരുന്നു. റിപ്പോർട്ടർ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ഉത്തരവാദിത്തം ആദ്യം കൽപ്പിക്കേണ്ടത് ശ്രീകണ്ഠൻ നായർക്ക്. കാരണം ശ്രീകണ്ഠൻ നായരാണ് തുടങ്ങി വെച്ചത്. വാർത്താ രീതിയിൽ മാറ്റം കൊണ്ടുവന്ന്, വാർത്തയിൽ അശ്ലീലം കലർത്തി, വാർത്തയിൽ അതിവൈകാരികത കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു അന്തസ്സ് നഷ്ടപ്പെടുത്തിയത് വാസ്തവത്തിൽ ശ്രീകണ്ഠൻ നായരാണ്. 24 ന്യൂസ് അതിദയനീയമായി പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, 24 ന്യൂസും മനോരമ ന്യൂസും തമ്മിൽ കേവലം 2 പോയിന്റിന് വ്യത്യാസമേ ഉള്ളൂ. മനോരമ എക്കാലത്തും കൺസിസ്റ്റൻസി നിലനിർത്തുന്ന ഒരു ചാനലാണ്. അവരിപ്പോഴും 38 പോയിന്റ് അവർ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. 24 ന്യൂസിന് കേവലം 2 പോയിന്റ് മാത്രമേ കൂടുതലുള്ളൂ, 40 പോയിന്റ്. ഒരുപക്ഷെ ഏറെ വൈകാതെ പുതുവർഷത്തിൽ മനോരമ 24നെ മറികടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. 24ന്റെ വീഴ്ച വലിയ ഒരു പാഠമായി എല്ലാവരും കാണേണ്ടതുണ്ട്. ജനം മടുത്തിരിക്കുന്നു. ഇത്തരം അതിവൈകാരിക വിഷയങ്ങളോട് ജനങ്ങൾക്ക് താല്പര്യമില്ല. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് ജനത്തിന് താല്പര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മനോരമയും മാതൃഭൂമിയും തമ്മിലുള്ള അകലം കൂടുന്നതാണ്. മനോരമയും മാതൃഭൂമിയും ഏതാണ്ട് ഒരുപോലെയായിരുന്നു ദീർഘകാലമേ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൂടുതൽ സമയത്ത് മനോരമയാണ് മുമ്പിലെങ്കിലും ഇടയ്ക്ക് മാതൃഭൂമി മുമ്പിൽ കയറാറുണ്ട്. 2 ചാനലുകൾക്കും ഏതാണ്ട് ഒരേ പ്രേക്ഷകരായിരുന്നു. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കുക, മനോരമയ്ക്ക് 38 പോയിന്റ് ഉള്ളപ്പോൾ മാതൃഭൂമിക്ക് കേവലം 29 പോയിന്റേ ഉള്ളൂ. 29ഉം 38 ഏതാണ്ട് 9 പോയിന്റ് വ്യത്യാസം. വലിയ വീഴ്ച. അതായത് ഒരു ഭാഗത്ത് 24 വീണതുപോലെ തന്നെ മാതൃഭൂമിയും ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു. മനോരമയും ഏഷ്യാനെറ്റ് റിപ്പോർട്ടും പിടിച്ചു നിന്നു. 24ഉം മാതൃഭൂമിയും ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലിൻ്റെ വീഴ്ചയാണ്. 24 പോയിന്റ്. ഈ ന്യൂസ് മലയാളം എന്ന ചാനൽ പണ്ട് അങ്ങനെ തന്നെ കിടന്നതാണ്. അതായത് ഇതായിരുന്നു അവരുടെ നേരത്തെയുള്ള കണക്ക്. ജനൻ ടിവിക്ക് തൊട്ട് മുമ്പിലായിരുന്നു ന്യൂസ് മലയാളം. പക്ഷേ ചില ആളുകൾ ഒരു ഹൈപ്പ് ഉണ്ടാക്കുകയും അവിടെ എന്തോ സംഭവമാണെന്ന് പറഞ്ഞു പരത്തുകയും ഒക്കെ ചെയ്ത് അവർ പെട്ടെന്ന് ഉയർന്നു വന്നു. മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ മുകളിൽ കയറിയ ഒരു സാഹചര്യമുണ്ടായി. അത് കൃത്രിമമാണോ എന്ന സംശയം പലരും ഉയർത്തിയിരുന്നു. ഇപ്പോഴിത് ആ സംശയം ശരിവെച്ചുകൊണ്ട് അവർ വീണ്ടും മനോരമയുടെയും മാതൃഭൂമിയുടെയും താഴേക്ക് കേവലം 24 പോയിന്റിലേക്ക് വീണിരിക്കുന്നു. ഹർഷൻ പൂപ്പാറക്കാരൻ, സനീഷ് ഇളയടത്ത് എന്നിങ്ങനെ 2 പേരാണ് ഈ ന്യൂസ് മലയാളത്തെ നിയന്ത്രിക്കുന്നത്. 2 പേരും അന്തം കമ്പികളാണ്. റിപ്പോർട്ടർ ചാനലിനെ മറികടക്കുന്ന തരത്തിലുള്ള പിണറായി സ്തുതികളായിരുന്നു അവിടെ വന്നുകൊണ്ടിരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ വീഴ്ത്താൻ അവർ കൊട്ടേഷൻ എടുത്ത പോലെയാണ് മുമ്പിൽ നിന്നത്. പക്ഷെ അതൊന്നും നിലനിൽക്കില്ല എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ അവർ പുറകോട്ട് പോയത്. ലക്ഷ്മി പത്മയും അജന്താലിയും അജിത് കുമാറും ഈ ന്യൂസ് ചാനൽ വിട്ടുപോയതും ഒരുപക്ഷെ ഇതിന് കാരണമായിട്ടുണ്ടാവാം. അതേസമയം ജനൻ ടി വി കൺസിസ്റ്റൻസി നിലനിർത്തുന്നു. 21 പോയിന്റോടെ ജനൻ ടി വി 7ാം സ്ഥാനം നിലനിർത്തിയാണ്. എക്കാലത്തും ജനൻ ടി വി 21-24 പോയിന്റിൽ കൺസിസ്റ്റൻസി നിലനിർത്തുന്നുണ്ട്. കൈരളി അതിദയനീയമായി വീണുപോയി 15 പോയിന്റായി. ചിലപ്പോഴൊക്കെ കൈരളി ജനൻ ടിവിയുടെ മുമ്പിലെത്താറുണ്ടെങ്കിലും ഇക്കുറി കൈരളിക്ക് കേവലം 15 പോയിന്റാണ്. എന്തോ കാരണത്താൽ ന്യൂസ് 18 10 പോയിന്റിൽ നിൽക്കുന്നു. അത് വളരെ വിചിത്രമാണ്. ന്യൂസ് 18ൻ്റെ വാർത്തകളൊക്കെ വളരെ രസകരമാണ്. സോഷ്യൽ മീഡിയ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്ന ന്യൂസ് 18ൻ്റെ വാർത്തകൾ. പക്ഷേ ന്യൂസ് 18 എപ്പോഴും റാങ്കിങ്ങിൽ പിറകിലാണ്. ന്യൂസ് 18ൻ്റെ പിറകിൽ ഒരു ചാനലേ ഉണ്ടായിരുന്നുള്ളൂ, മീഡിയ വൺ. അവർ പിന്മാറിയോടി. എന്തായാലും ഇത് മനസ്സിലാക്കുന്നത് ഈ അതിവൈകാരിക വ്യാജ വാർത്തകളോടുള്ള താല്പര്യം ജനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. ജനത്തെ കുറച്ചു കാലമൊക്കെ പറ്റിക്കാമെങ്കിലും അധികകാലം അത് സാധ്യമല്ല എന്ന് ബോധ്യമായിരിക്കുന്നു. 24 ന്യൂസിൻ്റെ വീഴ്ച അതാണ് സൂചിപ്പിക്കുന്നത്. ഇതേ പാതയിലായിരിക്കും ഏറെ വൈകാതെ റിപ്പോർട്ടർ ചാനൽ. എന്നാൽ അവിടെ ഒന്നും തളരാതെ ഏഷ്യാനെറ്റ് പിടിച്ചു നിൽക്കുന്നു. മനോരമ പതിയെ വളരുന്നു എന്നത് പ്രതീക്ഷാ നിർഭരമാണ്.